I will run, I will. ഹലോ, വെൽക്കം ബാക്ക് ടു madlychum. ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യുവക്ക് ഒരു ദിവസം എന്തൊക്കെ ഫുഡാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അവന് ലഞ്ചിനും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും പിന്നെ ഒരു സ്നാക്കായിട്ടൊക്കെ എന്തൊക്കെ കഴിക്കുന്നത് എന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് അധികം റാഗി തന്നെ കൊടുക്കാറ്. റാഗി ഇതുപോലെ കുറേ വേടിച്ച് വെച്ചിട്ട് കഴുകി ഉണക്കി വെക്കും. എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് പൊടിക്കും. എന്നിട്ടൊരു ബോട്ടിലിട്ട് വെച്ചിട്ട് ഒരു 10 ദിവസത്തേക്കൊക്കെ കൊടുക്കാനുണ്ടാവും, കുറച്ച് പൊടിച്ച് വെച്ചാൽ. അങ്ങനെ അത് കഴിയുമ്പോൾ വീണ്ടും അടുത്ത പൊടിക്കുക, അങ്ങനെ ചെയ്യാറ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെയാണ് റാഗിയൊക്കെ പൊടിക്കാറ്, മിക്സിയിൽ തന്നെ. നന്നായി ഇതാ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് കുട്ടിക്ക് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ 2.5 ടീസ്പൂൺ എടുക്കാറുള്ളൂ. അതെടുത്തിട്ട് അതിൽ നല്ല കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി കലക്കിയിട്ട് അരിച്ചൊഴിക്കും. ഒരു 2-3 പ്രാവശ്യമെങ്കിലും അരിച്ചിട്ട് ഒഴിക്കും. റാഗി പിന്നെ അവനക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, നമ്മളങ്ങനെ നിർബന്ധിച്ച് കൊടുക്കുക എന്നുള്ളൂ. റാഗി അങ്ങനെ പിന്നെ മധുരമുള്ള റാഗിയൊന്നും കഴിക്കില്ല. ശർക്കര പിന്നെ കൽക്കണ്ടം അങ്ങനെ ഇട്ടതൊന്നും അവൻ കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പാണ് ഇടൽ. ഉപ്പിട്ടത് പിന്നെ അവന് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ കഴിപ്പിക്കലാണ്. പിന്നെ ഞാൻ ഓവർ ഇതുപോലെ നല്ല തിക്കായിട്ട് കൊടുക്കില്ല, പിന്നെയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറിയൊരു ലൂസാക്കിയിട്ട് അങ്ങനെ കൊടുക്കാറ്. പിന്നെ റാഗി വേഗം തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇറക്കിയൊക്കെ ചെയ്യൽ. അവനപ്പോഴത്തേക്കും കുറച്ച് കുറുമ്പ് തുടങ്ങിയിട്ടുണ്ട് വിശന്നിട്ട്. ഞാൻ വേഗം ഇങ്ങനെ തണുപ്പിക്കാൻ വേഗം വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ട് വേഗം അവനക്ക് കൊടുക്കാനുള്ള പരിപാടിയാണ്. അവനക്ക് കൊടുക്കുന്നത് ഭയങ്കര റിസ്ക്കുള്ളൊരു പരിപാടി തന്നെയാണ്. ആദ്യം എന്തെങ്കിലും കളി സാധനങ്ങളൊക്കെ എടുത്ത് അതൊക്കെ കാണിച്ചു കൊടുത്ത്, വല്ല ജീപ്പോ വണ്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കാണിച്ചു കൊടുത്ത് അങ്ങനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ 2 സ്പൂൺ കഴിക്കും. പിന്നെ അതും എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കഴിക്കില്ല. അപ്പോൾ എൻ്റെ അവസാനത്തെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണ് കാണിച്ചു കൊടുക്കൽ തന്നെയാണ്. നല്ലതൊന്നും അല്ല എന്നറിയാം, എന്നാലും എൻ്റെ അവസാനത്തെ ട്രൈ ആണ് അത്. അത് കാണിച്ചാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കുറച്ച് കഴിക്കും അവന്. അങ്ങനെ അതിൽ നിന്നൊരു പകുതി കഴിച്ചിട്ടുണ്ട്. ഒരു പകുതി മുക്കാലെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ഫോണിൽ നോക്കി കഴിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇനി അവനെ എന്താ പറയുക, അവനെ ഉറക്കാനുള്ള പരിപാടിയാണ് അടുത്തത്. അവനെ ഉറക്കുക എന്നുള്ളതും ഒരു വലിയ ടാസ്ക് തന്നെയാണ്. കാരണം ഒരു 1/2-3/4 മണിക്കൂറോളം പാട്ട് പാടി ഉറക്കേണ്ടി വരും, എന്നാലേ ഉറങ്ങുള്ളൂ. ഉറങ്ങുന്നതിന് മുമ്പായിട്ട് അവൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്ത് ഒന്ന് തുടച്ചൊക്കെ കൊടുത്ത് ഒന്ന് റെഡി ആക്കിയിട്ടാണ് ഉറക്കാൻ കൊണ്ടുപോകുന്നത്. അങ്ങനെ ആളിപ്പോൾ ചെറിയൊരു കളിയിലാണ്. അത് കഴിഞ്ഞതാ ഉറക്കി ആൾ ഏകദേശം ഒരു 11 മണിയൊക്കെ ആയപ്പോൾ വീണ്ടും എണീറ്റ്. അങ്ങനെ അത് അടുത്ത കളിയിലാണത്. കുറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ആ ബോട്ടിൽ വെച്ചിട്ട് അങ്ങനെ കളിക്കുകയാണ്. ഈ ഒരു ടൈമിൽ ഞാൻ അവനക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാറ്. ഇപ്പം എന്നോട് ചെറുപഴം ഉള്ളതുകൊണ്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ അരിഞ്ഞിട്ട് ഫ്രൂട്ട് നിബിലറില്ലേ, ആ നിബിലറിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യാറ്. നിബിലറിൽ ഇട്ട് കൊടുക്കുമ്പോൾ ആൾ പിന്നെയും കുറച്ച് കഴിക്കും കേട്ടോ. കുറച്ച് ഇൻട്രസ്റ്റ് ആണ്. ഫ്രൂട്ട്സ് തുടങ്ങിയ സ്വഭാവമാണ് നിബിലർ ഇങ്ങനെ കടിച്ച് വലിക്കുക, ഞാൻ നിപ്പിളിങ്ങനെ പുറത്തേക്ക് ചാടിക്കുക. ആ ഒരു സ്വഭാവം ഇപ്പം തുടങ്ങിയതാണ്. പല്ല് വന്നിട്ടൊന്നുമില്ല, ഇപ്പം തന്നെ ആൾ കടിച്ച് വലിക്കുന്നുണ്ട്. അടുത്തത് ഇനി ലഞ്ചിൻ്റെ പരിപാടിയാണ്. കുട്ടിക്ക് ലഞ്ചായിട്ട് ഞാൻ ഓരോ ദിവസവും ഓരോ ടൈപ്പിലാണ് ഉണ്ടാക്കാറ്. ഇന്നിതാ ഒരു ക്യാരറ്റും ഉരുളക്കിഴങ്ങും അതേപോലെ ചെറിയൊരു കഷ്ണം ബീട്രൂട്ട്, ഇതൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് കുക്കറിൽ ഇടുകയാണ്. എന്നിട്ട് അതിലേക്ക് വേവിച്ച് വെച്ച ചോറ് കുറച്ച് ഒരു 2 കയ്യിൽ വേവിച്ച് വെച്ച ചോറ് ഇടുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ ഒരു നുള്ള് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, എന്നിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം അതും ഒഴിക്കുകയാണ്. പിന്നെ അത് നന്നായി മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ അടുപ്പിക്കുകയാണ്. ഒരു 2-3 വിസിൽ മതി, അത് അടുപ്പിക്കുകയാണ്. അതിന് ശേഷം അത് നന്നായി വെന്തിട്ടുണ്ട്. ഇനി അതൊന്ന് തണുത്തിട്ട് വേണം മിക്സിയിൽ അടിക്കാൻ. പക്ഷെ ഞാൻ തണുക്കാനൊന്നും നിന്നിട്ടില്ല, കുട്ടി ഇങ്ങനെ കരയുന്നതുകൊണ്ട് ഞാൻ വേഗം അടിച്ചു കൊടുക്കാൻ നിൽക്കുകയായിരുന്നു. ഇതേപോലെ ഉണ്ടാവും നന്നായിട്ട് അരച്ച് കഴിഞ്ഞാൽ. എന്നിട്ട് കുട്ടിക്ക് ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി. ആൾക്ക് ഇങ്ങനെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ആൾ കുറച്ച് കഴിക്കും, അങ്ങനെയാണ്. അപ്പോൾ വേറെ ആൾ കളിപ്പിക്കുന്നുണ്ട്, അപ്പോൾ ആൾ നോക്കിയിട്ട് ചിരിച്ചങ്ങാണ്ട് അങ്ങനെ കഴിക്കുകയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അവന് അത്യാവശ്യം കുറേ നേരം കളിച്ച് അത് കഴിഞ്ഞിട്ട് ഒന്നുറങ്ങി. എന്നിട്ട് പിന്നെ വേഗം തന്നെ എണീറ്റ് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ അവൻ എണീറ്റ്. അപ്പോൾ ഒരു ആപ്പിൾ ഞാനിങ്ങനെ ചെറുതായിട്ട് തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അവനക്ക് പകുതി കഷ്ണം കടിച്ചിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതും ഇങ്ങനെ ചെറുതായിട്ട് കടിച്ചങ്ങനെ കിടക്കുകയാണ്.
ഇനി വൈകുന്നേരം ഒരു 7:30 8 മണിയൊക്കെ ആകുമ്പോൾ അവനക്ക് ഡിന്നർ കൊടുക്കും. ഡിന്നറിന് ഞാൻ ഒന്നില്ലെങ്കിൽ അമൃതം പൊടി അല്ലെങ്കിൽ പിന്നെ റാഗി തന്നെ, അങ്ങനെ അത് രണ്ടും ഏതെങ്കിലും ഒന്നാ കൊടുക്കൽ. അല്ലെങ്കിൽ പൊടിയരി കഞ്ഞി ഉണ്ടാക്കി കൊടുക്കും. അതൊക്കെ അവൻ്റെ ഇഷ്ടം പോലെ, അവനക്ക് എപ്പോൾ എന്താ കഴിക്കാനുള്ളത് മൂഡ് വെച്ചിട്ട് അപ്പം അതേപോലെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അതാ അമൃതം പൊടിയിൽ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. മധുരം കുറച്ച് കുറവല്ലേക്കാരം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പഞ്ചസാര ഇട്ടിട്ട് കുറുക്കിയിട്ടാണ് കൊടുക്കൽ. നന്നായിട്ട് കുറച്ച് വെള്ളം പോലെ ആക്കിയിട്ടാണ് കുറുക്കിയിട്ട് കൊടുക്കൽ. അതും വലിയ ഇഷ്ടമൊന്നുമില്ല, അങ്ങനെ കഴിക്കൊന്നുമില്ല. എന്നാലും കുറേ നിർബന്ധിച്ചിട്ട് അങ്ങനെ തീറ്റിപ്പിക്കും. അവനതാ ഫോണിലൊക്കെ നോക്കി കളിച്ച് കുട്ടികൾ കളിപ്പിച്ചിട്ടൊക്കെ അങ്ങനെ കഴിക്കുന്നുണ്ട്. കുറേ നേരം എടുക്കും അതൊന്ന് തിന്ന് കിട്ടണമെങ്കിൽ. അങ്ങനെ കുറേ കുട്ടിയതാ കുറച്ച് കഴിച്ച് കുറച്ച് അങ്ങനെ കഴിക്കാതിരിക്കുന്നുണ്ട്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാനൊരു പകുതി കഴിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ കളിച്ചതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉറങ്ങുള്ളൂ. കഴിക്കാൻ ഭയങ്കര വാശിയാണ്. പിന്നെ അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.